ശാസ്ത്രം പറയുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാറകളുടെ പ്രേതങ്ങൾ എന്ന ഈ ലഘുവിവരണത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് പാറകളുടെ അശാസ്ത്രീയമായ ഖനനത്തെക്കുറിച്ചാണ്. ഭൂതങ്ങളിലും പ്രേതങ്ങളിലും വിശ്വാസമുള്ളവരാണല്ലോ നിങ്ങൾ മനുഷ്യർ. അടുത്ത കാലങ്ങളിൽ മൺമറഞ്ഞ പാറകളുടെയും അതിൻ്റെ വംശപരമ്പരകളുടെയും പ്രേതങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? സ്വപ്നത്തിലെങ്കിലും കാണാതിരിക്കാൻ കഴിയില്ല. പലയിടങ്ങളിലും ഞങ്ങൾ പാറകളുടെ ഓർമ്മകൾ പോലും ബാക്കി വയ്ക്കാതെ നിർദാക്ഷിണ്യം ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. എൻ്റെ കാര്യം തന്നെ പറയാം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, അതായത് 1980-കൾ വരെ എൻ്റെ നാട്ടിൽ ഞാൻ പൂർണ്ണ സുരക്ഷിതനായിരുന്നു. അക്കാലങ്ങളിലെല്ലാം ഇവിടുത്തുകാർക്ക് ഞാനൊരു അത്ഭുതവും അന്തസ്സും ആവേശവുമായിരുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുത്ത എനിക്ക് ഈ ഭൗമഗ്രഹത്തിൻ്റെ ഉറപ്പും ആയുസ്സുമുണ്ടായിരുന്നു. കൂനൻപാറ എന്ന പേരിലാണ് എൻ്റെ നാട്ടിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത്. കാഴ്ചയിൽ 40 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടന്ന ഒരു പടുകൂറ്റൻ കരിമ്പാറ. ചുറ്റും എന്നെ പൊതിഞ്ഞിരുന്ന മണ്ണിൽ അലങ്കാരങ്ങളായി നിലയുറപ്പിച്ചിരുന്ന വലിയ പാലമരങ്ങളും മാവും കശുമാവും ഞാവലും വിവിധ ഇനം മുൾച്ചെടികളും എൻ്റെ പ്രൗഢി വർദ്ധിപ്പിച്ചിരുന്നു. സർവ്വദിക്കുകളും ഒറ്റ നോട്ടത്തിൽ ദർശിക്കാവുന്ന ഉയരത്തിലുള്ള എൻ്റെ തലയെടുപ്പുള്ള രൂപം ഇന്നാട്ടുകാരുടെ അഭിമാനവും അഹങ്കാരവുമായിരുന്നു. അവധി ദിനങ്ങളിൽ എൻ്റെ മുതുകത്തുകൂടി ഓടിക്കളിക്കാനെത്തുന്ന കുട്ടികളുടെ കാൽസ്പർശം ആഘോഷ തിമിർപ്പായിരുന്നു മുൻകാലങ്ങളിൽ. പലവിധത്തിലും നാട്ടുകാർക്ക് ഞാനൊരു ഉപകാരിയായിരുന്നു. എൻ്റെ വിശാലമായ മുതുകത്ത് നിരത്തിയിട്ടായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങളായ ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ ഉണക്കിക്കൊണ്ടിരുന്നത്. അവയുടെ ഔഷധഗന്ധം ശ്വസിച്ച് ഇവിടെയുള്ളവർ ആരോഗ്യം കാത്തുപോന്നു. എൻ്റെ ഇരിപ്പിടമായ മലയിൽ വിരിയുന്ന പാലപ്പൂവിൻ്റെ സുഗന്ധം ആ പ്രദേശമൊട്ടാകെ പരിമളം പരത്തിക്കൊണ്ടിരുന്നു. കഠിനമായ വെയിലും കടുത്ത മഞ്ഞും കനത്ത മഴയും യുഗയുഗാന്തരങ്ങളായി അതിജീവിച്ച എൻ്റെ അസ്തിത്വം ഇപ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ആദ്യം എൻ്റെ ഒരു ഭാഗം ആരോ പൊട്ടിച്ചെടുത്തു. ആരും അവകാശികൾ ഇല്ലാതിരുന്ന എന്നെ പിന്നീട് സ്വന്തമാക്കുവാൻ പെട്ടെന്നൊരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. അവർ എൻ്റെ മണ്ടയ്ക്ക് മുകളിൽ ഒരു കൊടി ഉയർത്തി. തുടർന്ന് എന്നെ തകർക്കാനുള്ള ആസൂത്രിത ആക്രമണം ദ്രുതഗതിയിലായിരുന്നു. എന്നെ അവർ കൂടം കൊണ്ടടിച്ചും ഇടിച്ചും തകർത്താഘോഷിച്ചു. നെഞ്ചു തുരന്ന് ഹൃദയഭാഗത്ത് വെടിമരുന്നും ഡൈനാമിറ്റുകളും വച്ച് തുടർച്ചയായി പൊട്ടിക്കുകയായിരുന്നു. എന്നെ പിളർത്തിയെടുത്ത പാറക്കഷ്ണങ്ങൾ സമീപത്ത് സ്ഥാപിച്ച ക്രഷറിലിട്ട് മെറ്റലാക്കിയും പൊടിച്ചും രൂപാന്തരപ്പെടുത്തി വിറ്റു. അങ്ങനെ അവരും കൂട്ടാളികളും അതിസമ്പന്നന്മാരായി മാറി. ഇപ്പോൾ എൻ്റെ ഇരിപ്പിടം മാലിന്യങ്ങൾ നിറഞ്ഞ വെറുമൊരു കായൽ മാത്രം. എത്രയെത്ര മനുഷ്യരാണിവിടെ അപകടത്തിൽപ്പെട്ട് അപമൃത്യുവിനിരയാകുന്നത്. പണ്ട് കൂനൻപാറ എന്നത് ആ പ്രദേശത്തിൻ്റെ പ്രതീകം മാത്രമായിരുന്നില്ല, ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ മുദ്ര കൂടിയായിരുന്നു. ഞാനില്ലാതായപ്പോൾ പുതിയ തലമുറയ്ക്ക് എൻ്റെ പേരും ആ പ്രദേശത്തിൻ്റെ പ്രതീകവും അന്യമായി തീർന്നിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ കേരളത്തിൽ പല പ്രദേശങ്ങളും ഞങ്ങളുടെ വംശം ചേർത്ത് അറിയപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് വട്ടപ്പാറ, അരുവാപ്പാറ, കൂറ്റൻപാറ, ആനപ്പാറ, ഐരൂപ്പാറ, ചീങ്കണ്ണിപ്പാറ, ആഢ്യൻപാറ, ശാന്തൻപാറ, കുറത്തിപ്പാറ, കോട്ടപ്പാറ, പേച്ചിപ്പാറ, പരുത്തിപ്പാറ, ജടായുപ്പാറ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പേരുകൾ കേരളത്തിലുണ്ട്. ഇങ്ങനെയുള്ളതിൽ അനേകം പാറകൾ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ഒട്ടുമുക്കാലും ഭാഗികമായിട്ടെങ്കിലും നിങ്ങൾ കവർന്നെടുത്തിരിക്കുന്നു. അവശേഷിക്കുന്ന ഞങ്ങളിൽ ചിലരെ പൊട്ടിച്ചെടുത്ത് പണം കൊയ്യുവാൻ തക്കം പാർത്ത് കാത്തിരിക്കുന്നവർ അനേകമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ഇതിൻ്റെ ശേഷഭാഗം പാറകളുടെ പ്രേതങ്ങൾ 2 എന്ന വീഡിയോയിൽ ലഭ്യമാണ്. താങ്ക് യു.